ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെയും കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. 7 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. പാവറട്ടി സ്വദേശി തച്ചേരിൽ വീട്ടിൽ ബാബുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സിനിമാ ചിത്രീകരണം സംവിധായകൻ സജിൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ചേലക്കരയിലും പഴയന്നൂരിലും നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. വരുമാനമാർഗം അടഞ്ഞതോടെ ഹോട്ടൽ ഉടമകൾ പ്രതിസന്ധിയിൽ. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തിസാന്ദ്രമായി സാക്ഷ്യം വഹിച്ച് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിച്ചു. വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഗോപാലകൃഷ്ണന്റെ പത്രിക തള്ളണമെന്ന് മറ്റു പാർട്ടികൾ സൂക്ഷ്മ പരിശോധനയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം വരണാധികാരി അംഗീകരിച്ചില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലേ മത്സരിക്കാൻ തടസ്സമുള്ളൂവെന്ന് വരണാധികാരി വ്യക്തമാക്കി. സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച പരാതിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ മാറ്റിവെച്ച കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. അതേസമയം AC മൊയ്തീന്റെ അപരൻ പൊന്നാനി സ്വദേശി മൊയ്തീന്റെ പത്രിക ഹിയറിംഗിനായി മാറ്റിവെച്ചു. വിദ്വേഷ പ്രസംഗം നടത്തിയ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കണമെന്ന് LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഗുരുവായൂരിന്റെ മതനിരപേക്ഷ മണ്ണിൽ കലാപം സൃഷ്ടിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ നോമിനേഷൻ സ്വീകരിക്കുന്നതിനെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് LDF ശക്തമായി എതിർത്തു. എന്നാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും അനുയായികളും നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അതേസമയം അടിസ്ഥാനമില്ലാത്ത കാരണം പറഞ്ഞ് LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ പത്രിക സ്വീകരിക്കരുതെന്നാണ് UDF സ്ഥാനാർത്ഥി CH റഷീദ് വാദിച്ചത്. ഇത് ഗുരുവായൂരിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കോലീബി സഖ്യത്തിന്റെ തുടർച്ചയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയത് ലീഗും BJPയും തമ്മിലുള്ള സാമ്പത്തിക ഡീലിന്റെ ഭാഗമാണ്. LDF നൽകിയ ആദ്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത നിർദ്ദേശത്തിന്റെ ഭാഗമായി പോലീസ് BNS 192, ജനപ്രാതിനിധ്യ നിയമം 125 വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് നിലനിൽക്കുമ്പോൾ വീണ്ടും വർഗീയ പരാമർശങ്ങൾ NDA സ്ഥാനാർത്ഥി ആവർത്തിക്കുകയാണ്. ഇതിനെതിരെ വീണ്ടും LDF പരാതി നൽകിയിട്ടുണ്ട്. നീതിപൂർവവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ച സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. LDF നേതാക്കളായ C സുമേഷ്, RT ഗഫൂർ, MA ഹാരിസ് ബാബു, PK സൈതാലിക്കുട്ടി, TT ശിവദാസൻ, PK രാജേശ്വരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോക്സോ കേസ് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1,51,000 രൂപ പിഴയും ശിക്ഷ. 7 വയസ്സുകാരി പെൺകുട്ടിയെ പലതവണ ലൈംഗിക പീഡനം നടത്തിയ പാവറട്ടി സ്വദേശി തച്ചേരിൽ വീട്ടിൽ ലോറൻസ് എന്ന ബാബുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജോ മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ സജിൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. ഭരണി ആഘോഷ നാളുകളിൽ ക്ഷേത്രത്തിലും പരിസരത്തുമായാണ് ചിത്രീകരണം നടന്നത്. ക്ഷേത്രത്തിലെത്തിയ കോമരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി വീഴ്ത്തുന്ന രംഗവും ചിത്രീകരിച്ചിരുന്നു.
ഇത് യഥാർത്ഥ സംഭവമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി. ഡോക്യുമെന്ററി, സിനിമ എന്നിവയുടെ ഷൂട്ടിംഗിനായി ക്ഷേത്ര പരിസരം ഉപയോഗിക്കരുതെന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയത്. അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംവിധായകൻ അപേക്ഷ നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് നിഷേധിക്കുകയായിരുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ചേലക്കര മേഖലയിലെ നിരവധി ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. ഹോട്ടൽ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ വരുമാന മാർഗമാണ് ഇല്ലാതാകുന്നത്. ഇത് തിരുവില്ലോമല ഗോപിക ബസ് സ്റ്റോപ്പിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്ന സുന്ദരൻ പൂളയ്ക്കൽ. പലഹാരങ്ങൾ വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന സുന്ദരനെന്ന് പ്രതിസന്ധിയുടെ നടുക്കടലിലാണ്. പാചകവാതകം ലഭ്യമല്ലാതായതോടെ ഉപജീവന മാർഗം വഴിമുട്ടി. ഹൃദയ സംബന്ധമായ അസുഖമുള്ള 70നോടടുക്കുന്ന സുന്ദരൻ 2 വർഷം മുൻപാണ് ജീവിതോപാധി എന്ന നിലയിൽ വഴിയോര കച്ചവടം തുടങ്ങുന്നത്. അസുഖബാധിതയായ ഭാര്യയും സഹായത്തിനുണ്ട്. മിതമായ രീതിയിൽ കച്ചവടം നടന്നു വരുമ്പോഴാണ് യുദ്ധം ഇടുത്തിയായി മാറിയത്. ബൈപ്പാസ് കഴിഞ്ഞുകൊണ്ട് ഭാര്യത്തെ ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോ എന്റെ ഒരു ജീവിതമാർഗം. എന്നെ പോലെ ഒരുപാട് വഴിയോര കച്ചവടക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ജീവിച്ചു പോരുന്നത്. ഇതുകൂടാതെ വേറൊരു തൊഴിൽ ചെയ്യുന്നതിന് ആരോഗ്യം അനുവദിക്കുന്നില്ല. ഇപ്പോൾ വീട്ടിൽ വിറകടുപ്പിൽ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ വരുമാനം കുറഞ്ഞു. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന ആശങ്കയിലാണ് സുന്ദരനെ പോലുള്ള നിരവധി സാധാരണ കച്ചവടക്കാർ. TCV ന്യൂസ്, ചേലക്കര. പാചകവാതക ക്ഷാമം രൂക്ഷമെങ്കിലും പ്രതിസന്ധിയില്ലാതെ പഴയന്നൂരിലെ ഒരു ഹോട്ടൽ. പഴയന്നൂരിലെ രവീന്ദ്ര ഹോട്ടലാണ് പാചകവാതക ക്ഷാമത്തെ വെല്ലുവിളിക്കുന്നത്. 1963 മുതൽ വിറകടുപ്പിലാണ് ഇവിടെ പാചകം. അതിനാൽ പാചകവാതക ക്ഷാമത്തിൽ മറ്റു ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുമ്പോഴും രവീന്ദ്ര ഹോട്ടൽ പതിവ് രീതിയിൽ തന്നെ മുന്നോട്ടു നീങ്ങുകയാണ്. ഗ്യാസ് ഇല്ലെന്നും പറഞ്ഞ് രവീന്ദ്ര ഹോട്ടലിലുള്ള പണിക്കാരെ പട്ടിണി കിടക്കില്ല. ഇവിടെ വിറകുള്ളത്തോളം കാലം ഈ ഹോട്ടലിൽ കൊണ്ടുപോയി. ചായ ഒഴികെയുള്ള വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. പൊറോട്ട, നൂൽപുട്ട്, ബിരിയാണി, നിരവധി ദോശകൾ, ചപ്പാത്തി, ബീഫ്, ചിക്കൻ തുടങ്ങിയവയെല്ലാം തയ്യാർ ചെയ്തെടുക്കുന്നത് വിറകടുപ്പുകളിലാണ്. വലിയ തോതിലുള്ള തിരക്കും ഈ ഹോട്ടലിൽ അനുഭവപ്പെടുന്നുണ്ട്. രവീന്ദ്ര ഹോട്ടലിലെ പാചകത്തൊഴിലാളികളും ഏറെ ആഹ്ലാദത്തിലാണ്. തങ്ങളുടെ ഉപജീവനമാർഗം തടസ്സമില്ലാതെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ഹോട്ടൽ ഉടമസ്ഥർക്ക് ഇവർ നന്ദി പറയുന്നു. TCV ന്യൂസ്, ചേലക്കര. ആറാട്ടുപുഴ ദേവസംഗമത്തിൽ നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് നടന്നു. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കുവാൻ അനുവാദം നൽകിയതിനെ തുടർന്ന് തൃക്കോൽശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് ഭഗവാൻ ആറാട്ടിനായി സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളി. സേതുകുളത്തിലെ ആറാട്ടിന് ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. പതിവ് ചടങ്ങുകൾക്ക് ശേഷം പാണിക്കുട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ച് തീർത്ഥക്കിണറ്റിൽ കരയിൽ ചെമ്പിലാറാട്ട്, അത്താഴപൂജ, ശീവേലി എന്നിവയും നടന്നു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായി ചമയ പ്രദർശനം ആരംഭിച്ചു. വിവിധ വലിപ്പത്തിലുള്ള കോലങ്ങൾ, നെറ്റിപ്പട്ടങ്ങൾ, പട്ടുകുടകൾ, ആലവട്ടം, ചാമരം, കൈപ്പന്തം തുടങ്ങിയവയുടെ പ്രദർശനമാണ് ആരംഭിച്ചത്. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കു വേണ്ടി ഈ വർഷം ഭക്തർ സമർപ്പിച്ച ചമയങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിലാണ് പ്രദർശനം നടക്കുന്നത്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വെളുപ്പിന് ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് നടക്കും. തന്ത്രിയുടെ അനുമതിയോടെ പാണിക്കുട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ ചെമ്പട പുറത്തേക്ക് എഴുന്നള്ളി പ്രദക്ഷിണം തുടങ്ങും. ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ചാൽ വിസ്തരിച്ച വിളക്കാചാരം നടക്കും. തുടർന്ന് വലന്തലയിലെ ശ്രുതിയോടുകൂടി 1.5 പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കൂറുകൊട്ടി അവസാനിക്കും. ഇടവേള.
Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിലടക്കം CPM BJP ഡീൽ ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദറിന്റെ ആരോപണം. വ്യാകരണമില്ലാത്ത ജീവിതമെന്ന ആത്മകഥയിലാണ് അന്നത്തെ UDF സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KNA ഖാദർ ആരോപണം ഉന്നയിക്കുന്നത്. BJPയുമായി ധാരണയുണ്ടാക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന ഗുരുതര ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. സ്വതന്ത്രനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും BJP വോട്ടുകൾ ഭൂരിപക്ഷവും CPMിലേക്ക് പോയെന്നും ഗുരുവായൂരിലെ ഒക്കച്ചങ്ങാതിമാർ എന്ന അധ്യായത്തിൽ ആരോപിക്കുന്നു. വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. കോൺഗ്രസ് വിടുകയാണെന്നും മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം പേയ്മെന്റ് സീറ്റാക്കി മാറ്റി. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയാണ്. മണ്ഡലത്തിൽ പരിചയസമ്പത്തും പ്രവർത്തന പാരമ്പര്യവും വിജയസാധ്യതയുമുള്ളവരെ മാറ്റി നിർത്തിയെന്നും മുഹമ്മദ് ഷഫീഖ് ആരോപിച്ചു. CPI മാമ്പ്ര ലോക്കൽ കമ്മിറ്റി അംഗവും മാള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ OC രവി പാർട്ടി വിട്ടു. CPI വിട്ട OC രവി കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി. 12 വർഷം മുമ്പ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാണ് CPIയിൽ ചേർന്നത്. ജനപ്രതിനിധി ആയിരുന്നപ്പോഴും അല്ലാതായപ്പോഴും പാർട്ടിയുടെ തീരുമാനമെന്ന നിലയിൽ ചിലർ അവരുടെ താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ കൂടിയാലോചന നടത്താറില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തയ്യാറാക്കിയ പദ്ധതികൾ നടപ്പാക്കാൻ അനുവദിച്ചില്ലെന്നും OC രവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് വിട്ട് CPI ചേർന്നിട്ട് 11 വർഷങ്ങൾ. എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ മാതൃസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ എടുത്ത തീരുമാനം വളരെ ആലോചിച്ചിട്ടാണ്. ഞാൻ 2015 CPI പാർട്ടിയുടെ അംഗത്വമെടുത്തു. നല്ല രീതിയിൽ എനിക്ക് മാന്യമായിട്ടുള്ള അക്കോമഡേഷൻ പാർട്ടി തന്നു. എന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറാക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അന്ന് അന്നോട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം വാർഡിലേക്കും ബ്ലോക്കിലേക്കുമായിട്ട് എഴുതി ചില പ്രാദേശിക നേതാക്കളുടെ എൻ്റെ കൂടെ മത്സരിച്ചവർ പലരും തോറ്റപ്പോൾ ഞാൻ ജയിച്ചു. പക്ഷെ ആ വിജയമാണ് എന്നെ പാർട്ടി പല സന്ദർഭങ്ങളിലും എന്നെ തഴയുകയും പാർട്ടി വേദിയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. എന്നെ മാനസികമായിട്ടുള്ള വിഷമിച്ചു. ഞാൻ പാർട്ടി നേതൃത്വത്തിനോട് ദുരിത ഭരണത്തിന് അറുതി വരുത്താൻ കേരളം കാത്തിരിക്കുകയാണെന്ന് അബ്ദുൾ സമദ് സമദാനി MP. കുന്നംകുളം നിയോജക മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി, അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. UDF ഭരണകാലത്ത് വിൽപ്പനയ്ക്ക് വെച്ച പൊതു ആരോഗ്യരംഗം ഇടത് സർക്കാർ ജനോപകാരപ്രദമാക്കിയതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. ഇരിങ്ങാലക്കുട ടൗൺഹാളിൽ നടന്ന LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി R ബിന്ദു, മുൻ MLA പ്രൊഫസർ KU അരുണൻ, TK സുധീഷ്, ജോസ് J ചിറ്റിലപ്പിള്ളി, KG ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.
നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പഴയ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായി ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ. ചാലക്കുടിക്കാരനായ ഒരാൾ മണ്ഡലത്തിലെ MLA ആകണമെന്ന് താൻ 5 വർഷം മുൻപ് പറഞ്ഞതാണ് ചിലർ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ദുരുദ്ദേശത്തോടെ പ്രചരിപ്പിക്കുന്നത്. വോട്ടർമാർ വഞ്ചനയിൽ അകപ്പെടരുതെന്ന് പൈലപ്പൻ പറഞ്ഞു. UDFന്റെ എതിർ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ വീഡിയോ തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ എക്കാലത്തും വോട്ട് ചെയ്യുന്നതെന്ന് VO പൈലപ്പൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൌലോസ്, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ വിജയം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച UDF സ്ഥാനാർത്ഥികളുടെ വിപുലമായ സംഗമം കുന്നംകുളം ടൗൺ ഹാളിൽ നടന്നു. കാൻഡിഡേറ്റ് വിത്ത് ലഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിൽ നിന്നുമുള്ള മുൻ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം സ്ഥാനാർത്ഥി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, KA ജ്യോതിഷ്, സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ ഇൻചാർജ് കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം, ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് MA വിനോദ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PS സുബീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കവിത ബിജു, ലോചനൻ അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. UDF അഴീക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി TM നാസർ, KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PK ഷംസുദ്ദീൻ, KF ഡൊമിനിക്, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, UDF മണ്ഡലം കൺവീനർ KA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന നടത്തിവന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചെറിയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്ക് മരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 90,500 രൂപയും പിടിച്ചെടുത്തു. കരയാമ്പട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് യുവതിയെ പിടികൂടിയത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് യുവതിയിലേക്ക് എത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ലഹരി മരുന്ന് കൈമാറിയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുമെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. NDA നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് കുംബെ, സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ഷൈൻ നെടിയിരുപ്പിൽ, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂരിന്റെ വികസന കുതിപ്പിന് UDF വിജയിച്ചു വരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. വെങ്കിടങ്ങിൽ മണലൂർ നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളമാകെ മാറാൻ പോവുകയാണെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് നേതാവ് ASM അസ്ഗർ അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. AICC നിരീക്ഷകൻ അശോക് ധൻവർ, സ്ഥാനാർത്ഥി TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, CC ശ്രീകുമാർ, KK ബാബു, PJ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം
VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണ് ഇതെന്നും VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ, മുൻ മന്ത്രി PKK ഭാവ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻകുട്ടി, ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സ്ഥാനാർത്ഥി CH റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടി സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തെ ഇടത് സർക്കാർ നവകേരളമാക്കി പുനഃസൃഷ്ടിച്ചുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AC മൊയ്തീൻ. ഇന്ന് കാണുന്ന വികസിത കേരളം ഇടത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളി, PN സുരേന്ദ്രൻ, EM സതീശൻ, MU കബീർ, മിനി അരവിന്ദൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, M ബാലാജി, CT ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വില്ലേജ് ഓഫീസ് അടച്ച് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയി. വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ നാട്ടുകാർ വലഞ്ഞു. പുല്ലൂറ്റ് വില്ലേജ് ഓഫീസാണ് പ്രവർത്തന സമയത്ത് അടച്ചിട്ടത്. ജീവനക്കാർ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിരിക്കുന്നു എന്നെഴുതിയ പോസ്റ്റർ ഓഫീസിന് മുന്നിൽ പതിച്ചിരുന്നു. ചൊവ്വാഴ്ച ഉച്ച മുതൽ വില്ലേജ് ഓഫീസിലെത്തിയ നാട്ടുകാർ ആവശ്യങ്ങൾ നടക്കാതെ മടങ്ങേണ്ടി വന്നു. സർക്കാർ ഓഫീസുകൾ പ്രവൃത്തി സമയത്ത് അടച്ചിടരുതെന്ന ചട്ടം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസ് അടച്ച് പുറത്തുപോയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുല്ലൂറ്റ് KKTM കോളേജിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പരിശീലന പരിപാടികൾക്കായാണ് ഉദ്യോഗസ്ഥർ പോയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കൊടുങ്ങല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി D വർഗീസ് ജോർജിന്റെ മാളയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. അജിത് മേൽവീട്ടിൽ, KK രാമു, ദിനിൽ മാധവ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ തേടുന്നു. ചാത്തേടത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്നുമാണ് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫ്രിഡ്ജിനകത്ത് ആമി എന്നെഴുതിയ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. 3 മാസം ഗർഭിണിയായിരുന്നു താൻ. ഇക്കഴിഞ്ഞ 20-ാം തീയതി മാസം തികയാതെ പ്രസവിക്കുകയായിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. നഴ്സിംഗ് പഠിച്ചിട്ടുള്ള യുവതി ഭ്രൂണം സ്വയം വേർപെടുത്തിയതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭ്രൂണം കളയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നും യുവതി പറഞ്ഞിരുന്നു. കേച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കുമരനെല്ലൂർ സ്വദേശികളായ വരമ്പനകത്ത് വീട്ടിൽ വിപിൻ, തൈവളപ്പിൽ വീട്ടിൽ അനീഷ്, തൃത്താല ആലൂർ സ്വദേശികളായ ചക്കിക്കാവിൽ വീട്ടിൽ മണികണ്ഠൻ, കുണ്ടിൽ ചിറ്റപ്പുറത്ത് വീട്ടിൽ അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡ് നവീകരിച്ചു.
കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡ് നവീകരണത്തിന് 4 വർഷം മുമ്പ് 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 5 സ്ഥലങ്ങളിൽ കലുങ്ക് നിർമ്മിച്ചിരുന്നു. എന്നാൽ ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള റോഡിന്റെ വീതി കുറവ് മൂലം റോഡ് നവീകരണം പൂർത്തിയായില്ല. ഈ ഭാഗത്ത് കാന നിർമ്മിക്കാതിരുന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന പരാതി ഉയർന്നു. എന്നാൽ വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കാന നിർമ്മിച്ചാൽ ഗതാഗത തടസ്സമുണ്ടാകുമെന്ന ആശങ്കയും ഉണ്ടായതോടെ നിർമ്മാണം നിലച്ചു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സമീപവാസികളോട് സ്ഥലം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല. ഇതോടെ റോഡ് നവീകരണം വൈകുകയായിരുന്നു. ഒടുവിൽ നിലവിലെ റോഡ് നവീകരിച്ചാണ് റോഡ് പണി പൂർത്തിയാക്കിയത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് മാടക്കത്ര സ്വദേശിനിയായ വീട്ടമ്മ. മാടക്കത്ര സ്വദേശി തടത്തിൽ അരവിന്ദാക്ഷന്റെ മകൾ നിഷയാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 2024 ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ നിഷയുടെ ഹൃദയധമനികൾ വീണ്ടും ചുരുങ്ങിയതാണ് ഇപ്പോഴത്തെ രോഗാവസ്ഥയ്ക്ക് കാരണം. കൊച്ചിയിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് 5 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവും 2 പെൺമക്കളുമായി വാടക വീട്ടിൽ കഴിയുന്ന നിഷയ്ക്ക് മരുന്നിന് മാത്രം ഓരോ മാസവും 7000 രൂപ ചെലവ് വരുന്നുണ്ട്. അതിനാൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിനായി സുമനസ്സുകളുടെ ധനസഹായം തേടുകയാണ് നിഷയും കുടുംബവും. മാടക്കത്തറ പഞ്ചായത്ത് അംഗം സത്യ അജയന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി ധനലക്ഷ്മി ബാങ്കിന്റെ പൊങ്ങണങ്കാട് ബ്രാഞ്ചിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സഹായങ്ങൾ അയക്കേണ്ട വിലാസം അക്കൗണ്ട് നമ്പർ 00823500054997 ധനലക്ഷ്മി ബാങ്ക് പൊങ്ങണങ്കാട് ബ്രാഞ്ച്, TCV തൃശൂർ. സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടത്തുക എന്ന മുദ്രാവാക്യമുയർത്തി ശ്രീനാരായണ ദർശനവേദിയും നാരായണൻസ് പഠന കേന്ദ്രവും DSM സംയുക്തമായി ഗുരുമാനവീയം പരിപാടി സംഘടിപ്പിച്ചു. മതിലകം സെന്ററിൽ ശിവഗിരി മഠം ബ്രഹ്മചാരി സൂര്യശങ്കർ ഉദ്ഘാടനം ചെയ്തു. NB അജിതൻ അധ്യക്ഷത വഹിച്ചു. KS ഉമൈറ, മണികണ്ഠൻ കാട്ടാമ്പിള്ളി, അജ്മൽ എടവിലങ്ങ്, MK ഗോപി, സുഗുണ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ മേലേക്കാവിലുള്ള ശ്രീമൂലസ്ഥാന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഈ മാസം 26, 27 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. 27-ന് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് പുതിയ ബിംബ പ്രതിഷ്ഠ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പങ്കെടുത്തു. ചിന്മയ മിഷന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നിന്ന് ആരംഭിച്ച അമൃതയാത്രയ്ക്ക് ഉലുതൃക്കോവ് ചെറുകുളങ്ങര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ചിന്മയാനന്ദ സ്വാമികൾ ഉപയോഗിച്ചിരുന്ന പാദുകങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. ക്ഷേത്രത്തിലെ സേവാസമിതി അംഗങ്ങളും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളങ്ങര നാഗത്താൻകാവ് പരദേവതാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിനോദൻ മാസ്റ്റർ അനുസ്മരണ ചടങ്ങും കവിയരങ്ങും ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. കെ ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. സോമൻ തളിക്കുളം, രാജു വെന്നിക്കൽ, സജീവ്, KV രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ കെ ദിനേശ് രാജ, ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, വിനോദ് വാക്കയിൽ, സുവിൻ കയ്പമംഗലം, നോമി കൃഷ്ണ, സുരേഷ് മാപ്രാണം, KV രാമചന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഗുരുവായൂർ സുവിധം ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തകൻ CV ആന്റണി അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് PK സരസ്വതിയമ്മ അധ്യക്ഷയായി. നഗരസഭാ കൌൺസിലർ AV ഉണ്ണികൃഷ്ണൻ, ലഫ്റ്റനന്റ് കേണൽ ശാന്തമ്മ ബാംഗ്ലൂർ, നായർ സമാജം സെക്രട്ടറി V അച്യുതക്കുറുപ്പ്, OKR മണികണ്ഠൻ, വരുണൻ കൊപ്പര, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ ഇരുമ്പ്രനെല്ലൂർ ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പ് വർണ്ണോത്സവമായി. 4 ഗജവീരന്മാർ പൂരം എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഗജവീരൻ കൂറ്റനാട് വിഷ്ണു ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് പുഞ്ചപ്പാടം കുട്ടനും മേളത്തിന് അടാട്ടുകുട്ടനും നേതൃത്വം നൽകി.
പൂജകൾക്ക് മേൽശാന്തി ബ്രഹ്മേടമില്ലം മഹേഷ് നമ്പൂതിരി കാർമ്മികനായി. വൈകിട്ട് പൂത്താലങ്ങൾ, തെയ്യം, ചിന്തുപാട്ട്, തമ്പോലം, ബാൻഡ് വാദ്യം, നാദസ്വരം, ശിങ്കാരിമേളം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, പ്രമോദ് മാണിക്കത്ത്, അശോകൻ പതിയത്ത് എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വൺ ഇന്ത്യ വൺ പെൻഷന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച തൃശൂരിൽ പട്ടിണിക്കഞ്ഞി സമരം നടത്തും. കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ രാവിലെ 10 നടക്കുന്ന സമരം മുല്ലപ്പെരിയാർ സമരനായകൻ ഡോക്ടർ കെ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 3 വരെ പ്രതിഷേധ ധർണയും നടത്തും. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രകടന പട്ടികയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഏതു പാർട്ടികളെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് മാത്യു കാവുങ്കൽ, ജില്ലാ സെക്രട്ടറി ധനേഷ് ഗുരുവായൂർ, ട്രഷറർ പി.കെ. ബാലകൃഷ്ണൻ, വിജി സാജു എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെയും കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. 7 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. പാവറട്ടി സ്വദേശി തച്ചേരിൽ വീട്ടിൽ ബാബുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സിനിമാ ചിത്രീകരണം സംവിധായകൻ സജിൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ചേലക്കരയിലും പഴയന്നൂരിലും നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. വരുമാനമാർഗം അടഞ്ഞതോടെ ഹോട്ടൽ ഉടമകൾ പ്രതിസന്ധിയിൽ. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തിസാന്ദ്രമായി സാക്ഷ്യം വഹിച്ച് ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.